ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിക്കിം എന്ന സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കണക്റ്റിംഗ് ഫാക്ട്സും കൂടെ ചേർന്ന പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിക്കിം എന്ന സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം എന്നത് ഗാംഗ്ടോക്കാണ്. അപ്പോൾ സിക്കിമിൻ്റെ തലസ്ഥാനം ഗാംഗ്ടോക്കാണ്. 22ാമതായി ഇന്ത്യയിൽ നിലവിൽ വന്ന സംസ്ഥാനമാണ് സിക്കിം. 22ാമതായി ഇന്ത്യയിൽ നിലവിൽ വന്ന സംസ്ഥാനമാണ് സിക്കിം. സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ടീസ്റ്റാ നദിയാണ്. സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ടീസ്റ്റാ നദിയാണ്. ടീസ്റ്റാ റിവറിന് രണ്ട് പ്രത്യേകതകൾ കൂടിയുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേഗതയിൽ ഒഴുകുന്ന നദി ടീസ്റ്റാ നദിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേഗതയിൽ ഒഴുകുന്ന നദി ടീസ്റ്റാ നദിയാണ്. എന്നാൽ സിക്കിമിലെ ഏറ്റവും വലിയ നദി ഏതെന്ന് ചോദിച്ചാൽ അതും ടീസ്റ്റാ നദി തന്നെയാണ്. അപ്പോൾ ടീസ്റ്റാ നദി ഒഴുകുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിക്കിമാണ്. അതുകൊണ്ട് അതിൻ്റെ പേര് സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഒഴുകുന്ന ഫാസ്റ്റസ്റ്റ് റിവർ ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടീസ്റ്റാ റിവറാണ്. അതേപോലെ സിക്കിമിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് റിവർ ഇൻ സിക്കിം എന്ന് ചോദിച്ചാലും ടീസ്റ്റാ റിവർ തന്നെയാണ്. ഒഴുകുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ സിക്കിമും വെസ്റ്റ് ബംഗാളുമാണ്. അത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളാണ്. അതോടൊപ്പം തന്നെ അയൽ രാജ്യമായ ബംഗ്ലാദേശിലേക്കും ടീസ്റ്റാ റിവർ ഒഴുകുന്നുണ്ട്. ഇനി ടീസ്റ്റാ റിവറിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്, പ്രീവിയസ് ഇയർ ചോദിച്ച ചോദ്യം കൂടിയാണ്. ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത്, ടീസ്റ്റാ റിവറിനെ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന നദി എന്നാണ്. ഈ ജമുന നദി ഉണ്ടാകുന്നത് ടീസ്റ്റാ റിവറും ബ്രഹ്മപുത്ര റിവറും കൂടെ ജോയിൻറ്റ് ചെയ്ത് ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരാണ് ജമുന നദി എന്ന്. അപ്പോൾ ടീസ്റ്റാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജമുന റിവറാണ്. അപ്പോൾ അതുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ടീസ്റ്റയും ബ്രഹ്മപുത്രയും കൂടി ചേർന്നിട്ടാണ് ജമുന എന്ന പേരിൽ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഇത്രയും സിക്കിമുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ചോദ്യങ്ങളുടെ ഒരു കണക്റ്റിംഗ് ഫാക്റ്റാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.